നമ്മളുടെ കേരളത്തിലെ കോളേജസ് എടുത്ത് നോക്കുമ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കാണാം നാക് അക്രഡിറ്റേഷൻ. അത് ചിലപ്പോൾ എ ആവാം, A++ ആവാം, A++ ആവാം. അതുപോലെ തന്നെ കാണുന്നതാണ് NIRF അക്രഡിറ്റേഷൻ. ഇതെന്താണെന്ന് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇത് ബേസിക്കലി നമ്മളുടെ ഒരു എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷൻസ് ആണ്. നാക് അക്രഡിറ്റേഷൻ വരുന്നുണ്ട്, അതുപോലെ NBA അക്രഡിറ്റേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ NIRF അത് റാങ്കിങ് ആണ് വരുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ടോപ്പ് 100 ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മിക്കവാറും ഒരു 15ഓളം സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ വരുന്നത് കേരളത്തിൽ വരുന്നതാണ്. അപ്പം ഇതിന്റെ നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റാങ്കിങ്, ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിൽ അതിന്റെ NBA സ്കോറാണ് നോക്കുന്നത്. അതേപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളൊക്കെ ആണെങ്കിൽ NAC++ സംഭവങ്ങളാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിന്റെ റാങ്കിങ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബേസിക് നല്ല കോളേജാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾ പറഞ്ഞു, അങ്കിള് പറഞ്ഞു, അല്ലെങ്കിൽ ഫ്രണ്ട് പറഞ്ഞു നല്ല കോളേജാന്ന് പറഞ്ഞു എന്ന് പറയുന്നതിനും കൂടുതലായിട്ട് ഈ കോളേജുകളിലെ സ്റ്റാൻഡേർഡുകൾ എങ്ങനെ നോക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്, കോളേജ് ചൂസ് ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. അത് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന എന്ത് സ്ട്രീമാണോ, എന്ത് സബ്ജക്റ്റ് ആണോ, ആ സബ്ജക്റ്റ് എത്ര കാലമായിട്ട് കോളേജിൽ പഠിപ്പിക്കുന്നതും കൂടി നിങ്ങൾ വെരിഫൈ ചെയ്യണം. കാരണം കോളേജിന് മൊത്തത്തിൽ നല്ല റാങ്ക് ഉണ്ടായിരിക്കും, കോളേജിന് മൊത്തത്തിൽ നല്ല NBFC റേറ്റിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷമാണെങ്കിലോ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജുകൾ സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടായിരിക്കും. കേരളത്തിൽ ഏകദേശം നല്ല പ്രോമിനൻസ് ആയിട്ട് കാണുന്ന സെന്റ് തെരേസസ് എറണാകുളത്തുള്ളത്, അതുപോലെ SH തേവര അത് നല്ലൊരു കോളേജാണ്. തൃശ്ശൂരുള്ള സെന്റ് തോമസ് നല്ലതാണ്. കോഴിക്കോടുള്ള ദേവഗിരി കോളേജ് നല്ലതാണ്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ്, ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ്, ഇതൊക്കെ വളരെ ഹൈ സ്റ്റാൻഡേർഡ്സ്. പിന്നെ എനിക്കുണ്ടെങ്കിൽ ഒരു തൃശ്ശൂർ തന്നെയുള്ള ഒരു പ്രജ്യോതി നികേതൻ എന്ന് പറയുന്ന സംഭവങ്ങൾ പുതുക്കാടുള്ളത് അത് വളരെ ഹൈ സ്റ്റാൻഡേർഡ്സ് നിൽക്കുന്നതാണ്. കോട്ടയത്തുള്ള CMS ഇതൊക്കെ നല്ല സ്ഥാപനങ്ങളാണ്. ഒരു പറയുന്ന പ്രൈവറ്റ് തലങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഗവൺമെന്റ് തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മഹാരാജാസ് അതിന് നല്ല ഇതുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ്, ഇങ്ങനത്തെ കോളേജുകളിലും നമുക്ക് ഈ പറയുന്ന ഒരു നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ജോലി സാധ്യതകൾ, പ്ലേസ്മെന്റുകൾ നമ്മൾ ഗവൺമെന്റ് കോളേജുകൾ നോക്കരുത്. അത് ബേസിക്കലി പ്രൈവറ്റ് കോളേജുകളായിരിക്കും പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളിലുള്ള കുറച്ചുകൂടി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക.